SCERT ബേസിക് സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മറ്റൊരു ഓഡിയോ ക്ലാസ്. 8ാം ക്ലാസ്സിലെ തരംതിരിക്കുന്നതെന്തിന് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങൾ ടാക്സോണമിക് കീകൾ. ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകൾ ഡൈക്കോട്ടമസ് കീകൾ. ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖ വർഗീകരണശാസ്ത്രം. വർഗീകരണശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനേയസ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ അരിസ്റ്റോട്ടിൽ. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ച ശാസ്ത്രജ്ഞൻ തിയോഫ്രാസ്റ്റസ്. ആയുർവേദത്തിൻ്റെ പിതാവ് ചരകൻ. 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചത് ചരകൻ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ റേ. 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്ററം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ റേ. ഏതാണ് ജോൺ റേയുടെ പുസ്തകം? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനേയസ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിമാന പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കാൾ ലിനേയസ്. ലിനേയസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഏതൊക്കെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ്. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് കിങ്ഡം അനിമേലിയ. നട്ടെല്ലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന തലമാണ് ഫൈലം കോർഡേറ്റ. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടെല്ലുള്ളവയാണ് ക്ലാസ് മമേലിയ. മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറ. കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ളവയാണ് ഫാമിലി ഫെലിഡേ. ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകളോടൊപ്പം ചെറിയ ശരീരമുള്ളവയും ഗർജിക്കാത്തവയുമാണ് ജീനസ് ഫെലിസ്. ഫെലിസ് ജീനിൻ്റെ സവിശേഷതയ്ക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്നവയാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷ ലത്തീൻ ഭാഷ. ഹോർത്തൂസ് മലബാറിക്കസ് എത്ര വാല്യങ്ങളായാണ് പുറത്തിറങ്ങിയത്? 12. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിൽ ഗവർണറായിരുന്ന അഡ്മിറൽ വാൻ റീഡ്. ഈ ഗ്രന്ഥരചനയിൽ സംഭാവന നൽകിയ ദേശീയ പണ്ഡിതർ ആരൊക്കെയാണ്? കൊല്ലാട്ട് ഇട്ടി അച്യുത വൈദ്യർ, രംഗഭട്ട്, വിനായകഭട്ട്, അപ്പുഭട്ട്. മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിച്ചു അല്ലേ? വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനേയസ്, ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ, ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ അരിസ്റ്റോട്ടിൽ, സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ്, സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ച ശാസ്ത്രജ്ഞൻ തിയോഫ്രാസ്റ്റസ്,
ആയുർവേദത്തിൻ്റെ പിതാവ് ചരകൻ. ചരക സംഹിത ഗ്രന്ഥം രചിച്ചത് ചരകൻ. ഇനി സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? അത് ജോൺ റേ ആണ്. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകം എഴുതിയത് ജോൺ റേ ആണ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിമാന പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് ആണ്. ഇനി ലിനേയസിൻ്റെ വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. എന്താണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്? എന്താണ്? ഫെലിസ് ജീനസിൻ്റെ സവിശേഷതയ്ക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകൾ കാണിക്കുന്നവയാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. ജീനസ് ഫെലിസ് എന്താണ്? ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതയ്ക്കൊപ്പം ചെറിയ ശരീരമുള്ളവയും ഗർജിക്കാത്തവയുമാണ് ജീനസ് ഫെലിസ്. കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന തത്വങ്ങളുള്ളവയാണ് ഫാമിലി ഫെലിഡേ. മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ളവയാണ് ഓർഡർ മമേലിയ. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ളവയാണ് ക്ലാസ് മമേലിയ. നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന തലമാണ് ഫൈലം കോർഡേറ്റ. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് കിങ്ഡം അനിമേലിയ. ഇതൊക്കെയാണ് കിങ്ഡം അനിമേലിയ. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീനുകളുടെ കൂട്ടമാണ് ജീനസ്. വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. വർഗീകരണ തലത്തിലെ അടിസ്ഥാന തലം ഏതാണ്? അത് സ്പീഷീസാണ്. സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് കിങ്ഡം അനിമേലിയ. നട്ടലുള്ള ജന്തുക്കൾ മാത്രമാണ് ഫൈലം കോർഡേറ്റ. കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ളവയാണ് ക്ലാസ് മമേലിയ. മമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം, അതായത് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ളവ, അവയ്ക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറ. മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറ. കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ളവയാണ് ഫാമിലി ഫെലിഡേ. കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുള്ളവയാണ് ഫാമിലി ഫെലിഡേ. ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾക്കും ചെറിയ ശരീരമുള്ളവയും ഗർജിക്കാത്തവയുമാണ് ജീനസ് ഫെലിസ്. ഫെലിസ് ജീനസിൻ്റെ സവിശേഷതയ്ക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതയും കാണിക്കുന്നവയാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. 2 പദങ്ങൾ ചേർത്തുള്ള ശാസ്ത്രീയ നാമകരണമാണ് ദ്വിമാന പദ്ധതി. ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ആദ്യ പദം ജീനസിനെയും രണ്ടാം പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ. ശാസ്ത്രീയ നാമങ്ങൾ. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കോക്കോസ് ന്യൂസിഫറ. മാവ് മാഞ്ചിഫറ ഇൻഡിക്ക. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ്. കണിക്കൊന്ന കാസിയ ഹിസ്റ്റുല. കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്. പശു ബോസ് ടോറസ്. കടുവ പാന്തീറ ടൈഗ്രീസ്. ചെന്നായ കാനിസ് ലൂപ്പസ്. സിംഹം പാന്തീറ ലിയോ. നായ കാനിസ് ഫെമിലിയാരിസ്. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. HIV-യുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? കോശമില്ല, ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രം, ജീവകോശത്തിനുള്ളിൽ ജീവിക്കാൻ കഴിയൂ, കോശത്തിനു വെളിയിൽ നിർജീവം, ആതിഥേയ കോശത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകും, ആതിഥേയ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിൽ പ്രവേശിക്കും. ഇവയ്ക്കാണ് HIV-യുടെ സവിശേഷതകൾ. 5 കിങ്ഡം വർഗീകരണം. 5 കിങ്ഡം വർഗീകരണം നടത്തിയത് ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ. അത് ഏതൊക്കെയാണ് 5 കിങ്ഡം വർഗീകരണം? മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റേ, അനിമേലിയ.
മൊനീറയിൽ വരുന്നത് ബാക്ടീരിയ ആണ്. മൊനീറയിൽ ഉൾപ്പെടുന്ന ജീവികളാണ് ബാക്ടീരിയ. പ്രൊട്ടിസ്റ്റയിൽ വരുന്നത് അമീബ. ഫംജയിൽ വരുന്നത് കുമിളുകൾ. പ്ലാന്റ് സസ്യങ്ങൾ. അനിമേലിയ ജന്തുക്കൾ. 5 തലം വർഗീകരണം ആരുടെയാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് 5 തലം വർഗീകരണത്തിൽ വരുന്നത്. മൊനീറ എന്താണ്? ബാക്ടീരിയ ആണ്. പ്രൊട്ടിസ്റ്റ അമീബയാണ്. മൊനീറ ബാക്ടീരിയ, പ്രൊട്ടിസ്റ്റ അമീബ, ഫംജെ കുമിളുകൾ, പ്ലാന്റ് സസ്യങ്ങൾ, അനിമേലിയ ജന്തുക്കൾ. 6 തരം വർഗീകരണം അത് നടത്തിയത് ആരാണ്? കാൾ വൗസ് ആണ് 6 തരം വർഗീകരണം നടത്തിയത്. മനുഷ്യൻ ഉൾപ്പെടുന്ന ഡൊമെയിനാണ് യൂക്കാരിയ. മനുഷ്യൻ ഉൾപ്പെടുന്ന ഡൊമെയിനാണ് യൂക്കാരിയ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. താങ്ക് യു.